ഒരു സദസ്സിൽ സംസാരിക്കുന്നത് സന്തോഷമാണെങ്കിൽ പ്രസംഗം ഒരു കാലത്ത് ഇങ്ങനെ ഖരമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഭാരമായിരിക്കുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രസംഗം നിർത്തരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടാൽ ഒരു ലൈബ്രറിയിൽ ഊറ്റി കുടിച്ചു പോലെ അല്ലെങ്കിൽ അനേക പുസ്തകം വായിക്കുന്നത് തന്നെ സുകുമാർ. ഞാൻ എപ്പോഴും എൻ്റെ സ്നേഹിതൻ ജോർജ് കുട്ടിയോട് നിരവധി ബിരുദങ്ങൾ വാങ്ങിക്കൂട്ടിയ ആളാണ് എപ്പോഴും ഇരിക്കുന്ന ജോർജ് കുട്ടി. അദ്ദേഹത്തോട് ഞാൻ പറയുന്നു, ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെയും ജോർജിൻ്റെയും പ്രസംഗം അതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. അവിടെ ആരും ശല്യം ചെയ്തിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ബന്ധനെക്കുറിച്ചും കുറേയേറെ സ്മരണകൾ എൻ്റെ മനസ്സിലേക്ക് ഒഴുകിയിരിക്കുന്നു. അവിടേക്ക് നോക്കുമ്പോൾ അവിടെ വല്യച്ഛൻ ഇറങ്ങുന്നു, അന്ത്രോസച്ചൻ ഇറങ്ങുന്നു, യാക്കോബച്ചൻ ഇറങ്ങുന്നു, സാധു ഈപ്പൻ, എല്ലാവരും ഈപ്പച്ചൻ എന്ന് വിളിക്കുന്നു. വേറെ തമാശയുള്ള പേരൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പരിചയങ്ങളുണ്ട്. അപ്പനുണ്ട്. ഇതെല്ലാം കാണും 1962 ഇവിടെ വരുമ്പോൾ 62 ആദ്യം നത്താനാസ്വസ്ഥരുണ്ട്. അച്ഛനാണ് എൻ്റെ ക്ഷണം. അങ്ങനെയാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. അപ്പോഴുള്ള വെള്ളച്ചാട്ടം. അതിനുശേഷം പിന്നെ ഒരിക്കൽ ജോർജ് കുട്ടി എന്ന് ക്ഷമിക്കണം, ജോർജിനെ ഞങ്ങൾ ജോർജ് കുട്ടി എന്ന് വിളിക്കുന്നു. ജോർജ് കുട്ടി പിന്നെ ഇപ്പോൾ ഒത്തിരി സഭയുടെ ഉന്നത തലങ്ങളിലുള്ള നിരവധി വൈദിക ശ്രേഷ്ഠർ അവരെല്ലാം പിള്ളേരെ എല്ലാവരും കൂടെ ഗുരുലോ സിനിമേനി മാത്തുക്കുട്ടി അച്ഛൻ്റെ കടം അച്ഛനോട് ഞാൻ ഓരോ പുസ്തകപ്പാച്ചോട് പറഞ്ഞാണ്. ഇങ്ങനെ എല്ലാവരുമായിട്ട് എന്തൊരു ആഹ്ലാദകരമായ ആ ബദനി സ്മരണകളെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഒഴുകി. ഇപ്പം ഞാൻ പറയുന്നത് സംസാരിക്കുമ്പം ഒന്നിൽ നിന്ന് മറ്റത്തിലേക്ക് ചാടി പോകുന്നതാണ്. ഉരുളിയെപ്പറ്റി പ്രസംഗിക്കാൻ വന്നിട്ട് കിണ്ടിയെപ്പറ്റി പ്രസംഗിച്ചു രണ്ടും ചേർന്ന് ഉണ്ടി നായ പോലെ വരാതിരിക്കത്തക്ക രീതിയിൽ ഒരു മനസ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അച്ഛനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാര്യമുണ്ട്. അച്ഛൻ്റെ തന്നെ അതിമനോഹരമായ ഒരു ഗദ്യമുണ്ട്. പ്രൊഫസർ ഡോക്ടർ കെ എൻ തരകൻ എഴുതിയ പ്രവാസത്തിൻ്റെ നാളുകൾ അതിൻ്റെ 2ാം പതിപ്പ് CLS പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിമനോഹരമായ ഒരു ഗദ്യകവിതാ സമാഹാരം. അതിനകത്ത് ഓരോ ഗദ്യകവിതയും ഓരോ വലിയ പുസ്തകത്തിനുള്ള ഭാഗമുണ്ട്. എൻ്റെ കാര്യമാണ് ഒരു ഗദ്യകവിത. 1000 സന്ധ്യകളിൽ ഒരു സന്ധ്യ, 1000 സന്ധ്യകളിൽ ഒരു സന്ധ്യ അസ്തമിക്കാൻ പോയ അസ്തമയ സൂര്യനോട് പറഞ്ഞു, നീ പ്രഭാതത്തെ കൂട്ടിക്കൊണ്ട് വരണം. ഞാൻ എൻ്റെ എല്ലാ സന്ധ്യയാണ് പറഞ്ഞത്, എൻ്റെ എല്ലാ ആടയാഭരണങ്ങളും അണിഞ്ഞ് ഞാൻ നിൽക്കാം, ഈ പ്രഭാതത്തെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പം അസ്തമയ സൂര്യൻ ഇരുളിൽ അലിഞ്ഞില്ലാതായി. സന്ധ്യ ഇരുളിൽ അലിഞ്ഞില്ലാതായി. പ്രഭാതത്തെ കാണാൻ കഴിയുന്നു. അതുപോലെ ഇരുളിൽ അലിയുന്ന സന്ധ്യ പോലെ ജീവിത സായാഹ്നത്തിൽ എത്തി നിൽക്കുമ്പം ഇനി ഒരിക്കലും പ്രഭാതത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞാൽ എനിക്ക് ആ സുന്ദരമായ ബാല്യകാലത്തെ തിരിച്ചു കിട്ടത്തില്ല. അച്ഛൻ്റെ ഗദ്യവേദിക്ക് വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. ഞാൻ അവിടെയല്ല നിൽക്കുന്നത്. ഈയിടെ ഒരു പി രാമൻ എന്ന് പറയുന്ന ശ്രദ്ധേയനായ ഒരു കവി അച്ഛനുമായിട്ട് പരിചയപ്പെട്ടപ്പം അങ്ങോട്ട് അച്ഛൻ്റെ ഗദ്യവേദികളെ പറ്റി പറയാം. മലയാളത്തിലെ ശ്രദ്ധേയനായ ഒരു കവിയാണ് പി രാമൻ. അദ്ദേഹം അതെല്ലാം അച്ഛനോട് പറയാം. അപ്പം അച്ഛൻ അത്ഭുതപ്പെട്ട് ഇതെവിടെ നിന്ന് കിട്ടി ഈ പുസ്തകം? എങ്ങനെയോ ഒരു പുസ്തകം കിട്ടി. ഞാൻ അച്ഛനെ സ്തുതിക്കാനായിട്ട് പറയുന്നതൊന്നുമല്ല, ക്ഷമിക്കണം. അച്ഛൻ എല്ലാവരാലും ആദരിക്കപ്പെടുന്നതാണ്. എന്നെക്കാൾ 10 വയസ്സ് എളുപ്പവും 100 വയസ്സിലോ അധികം 1000 വർഷങ്ങളുടെ അറിവും. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ഒരിക്കലും എനിക്കൊന്നും അറിഞ്ഞുകൂടാത്തല്ലെന്ന് ഇരിക്കും. പക്ഷേ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോഴാണ് അച്ഛൻ്റെ അഗാധമായ. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് പലരും എന്നോട് പറയും, ജോർജ് അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് അച്ഛൻ്റെ വീട്ടിലേക്ക് ഒരു തീർത്ഥാടനം പോലെ പോയിട്ടുണ്ട്. ഇവിടെ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛനെ പറ്റി പ്രസംഗിക്കാനായിട്ട് നിന്നൊന്നുമല്ല, വന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ആ ഗദ്യകവിതയ്ക്ക് ഒരു അർത്ഥം കൂടെ ഉണ്ട്. ജീവിതത്തിൻ്റെ ആ കാലങ്ങളിൽ, ബാല്യകാലത്ത് ഒക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വൈദികനായി തീരണം, ആശ്രമങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടണം, അങ്ങനെയൊക്കെയുള്ള നല്ല ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. അതായിരുന്നു ജീവിതത്തിൻ്റെ പ്രഭാതം. പല ആശ്രമങ്ങളുമായിട്ട്, മാങ്ങാൻ ആശ്രമത്തിലെ സാധുമത്തായച്ചൻ, ഇവിടെ അത്താനാസ്വസ് തിരുമേനി, ഒന്ന് യോഹന്നാൻ അച്ഛൻ, അതിനൊക്കെ മുമ്പ് ചക്കാലപ്പറമ്പിലെ കുഞ്ഞ് എന്നാണ് ഞങ്ങൾ കുഞ്ഞിച്ച എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. രക്തബന്ധമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെങ്ങളെ എൻ്റെ അമ്മാച്ചൻ വിവാഹം ചെയ്തതുകൊണ്ട്
അദ്ദേഹം പെങ്ങളുടെ വീട്ടിൽ വരും, ഞാൻ അമ്മ വീട്ടിൽ ചെല്ലും. അപ്പം ഞങ്ങളെല്ലാം ഞാൻ അത്ര മനോഹരമായ ജീവിതമായതുകൊണ്ട് എപ്പോഴും ഈ കുഞ്ഞിജായൻ്റെ ചെവിക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. കാരണം അത്ര വിസിറ്റാണ്. പക്ഷേ അതിനുശേഷവും ആ ആത്മബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബദരി ആശ്രമത്തിൽ വരുന്നത്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. വലിയ തിരുമേനി ഞാൻ കാണുമ്പോഴത്തേക്കും രോഗാവസ്ഥയിലായി. പിന്നെ അതനുസരിച്ച് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ ഞാൻ ചെന്ന് ചാടിയ ഒരു കുരുക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുക. 1900 വർഷം കൃത്യം തെറ്റുമല്ല, 65 ജനുവരി 15-ാം തീയതിയാണ് ജീവിതത്തിൽ ആദ്യമായി ഒരു വഴിതെറ്റൽ എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് ഒരു പത്ര ഓഫീസിൽ ഒരു ട്രെയിനിങ് ആയിട്ട് ചെന്ന ഒരു സമയമായിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ തമാശയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് മദ്യം കഴിച്ച് കോട്ടയത്തുള്ള ഒരു മദ്യശാലയിൽ. പക്ഷേ ആ പോക്ക് കുപ്പികൾ ഗ്ലാസുകൾ അങ്ങനെ ഒരു കടലിലേക്കുള്ള ഒരു ഒഴുക്ക് പോലെ ഒഴുകി ജീവിതത്തിൽ സ്ഫടികപാത്രങ്ങൾ ഉടഞ്ഞു കയറുന്ന പോലത്തായിരുന്നു. കാലത്ത് പ്രീ യൂണിവേഴ്സിറ്റിക്കൊക്കെ സീമസ് കോളേജിൽ പഠിക്കാൻ വന്നു KM ജോർജ് കുട്ടി, എൻ്റെ വേറൊരു അനിയൻ എന്ന് വിളിക്കുന്ന ഒരു സുഹൃത്തുണ്ട്. ഇവരെല്ലാം എന്നെ എപ്പോഴും ഇതിൽ ഉപദേശിക്കും. അവർ വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം പച്ചനിയന്മാരായിരുന്നെങ്കിൽ അവർ എപ്പോഴും ഉപദേശിക്കും. പക്ഷേ അവിടുന്ന് കരകയറാൻ എനിക്ക് സാധിച്ചില്ല. ആ ഒഴുക്ക് ഒഴുകിപ്പോയി. യേശുനാഥൻ്റെ പൂന്തോട്ടം കുഞ്ഞിച്ചായനും ഒക്കെ വേദനയുടെ നിമിഷങ്ങളിൽ എഴുതിയിരുന്നെങ്കിലും ആ ഒഴുക്ക് കാരണം ഞാൻ എന്താഗ്രഹിച്ചോ അതിൽ നിന്നെല്ലാം വേർതിരിഞ്ഞു പോയി. 1986 ഡിസംബർ 24-ാം തീയതി അമേരിക്കയിൽ വെച്ചാണ്. അന്ന് അലക്സ് എന്ന് പറയുന്ന ഒരു അലക്സ് വേങ്കളം, അദ്ദേഹവും ഞാനിവിടെ താനാശ്വസ് തിരുമേനിയുടെ കൂടെ വരും. അലക്സ് അടുത്ത കാലത്താണ് മരിച്ചത്. അദ്ദേഹവും മദ്യത്തിന് അടിമയായി. പക്ഷേ അദ്ദേഹം മദ്യാസക്തിയെല്ലാം വിട്ട് അമേരിക്കയിൽ സന്തുഷ്ട ജീവിതം നയിക്കുകയായിരുന്നു. കോട്ടയത്തെ ഒരു പ്രമുഖ കുടുംബത്തിൽ അംഗമാണ് അലക്സ് വേങ്കടം. അദ്ദേഹവും ഞാനും വലിയ ആത്മസുഹൃത്ത്, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായി ഞങ്ങളിവിടെ വരുമായിരുന്നു. അലക്സ് അങ്ങനെ പോയി. ഞാൻ പക്ഷേ ഇതിലൂടെ ഒഴുകിപ്പോയി. 1986 ഡിസംബർ 24-ാം തീയതി ക്രിസ്തുമസിൻ്റെ തലേ ദിവസം ബ്രൂക്ലിൻ എന്ന സ്ഥലത്ത് ഒരു സ്നേഹിതൻ്റെ വീട്ടിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്നത്. അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തു. കാനത്തിലുള്ള അമ്മ വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ അച്ഛൻ്റെയൊക്കെ ഇടതോപ്പുണ്ട്. ആ മണ്ണാത്തിക്കുന്ന് കയറിയ പള്ളിയിലേക്ക് പോകുന്നതും വല്യമ്മച്ചിലൂടെ പോകുന്നതെല്ലാം അമ്മ മരിച്ച് ഏതാനും മാസങ്ങളെ ആയത്. അപ്പോൾ ആ രാത്രി മദ്യപിച്ചിരുന്നെങ്കിലും എനിക്ക് ഉറക്കാൻ കഴിഞ്ഞില്ല. രാവിലെ ഉണർന്ന ഉടനെ ഞാൻ എപ്പോഴും പറയും, ആ മഹാനഗരം മഞ്ഞ് പെയ്യുന്ന പെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്ക് മഹാനഗരം, അവിടെ മദ്യം മഴ പോലെ പൊഴിയുകയും പുഴ പോലെ ഒഴുകുകയും ചെയ്യുന്ന ഒരു ദിവസം ഞാൻ എൻ്റെ കർത്തൃസന്നിധിയിൽ നിന്നുകൊണ്ടിരുന്ന ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു തുള്ളി മദ്യം പോലും കഴിക്കില്ല എന്ന് അമ്മയുടെ അദൃശ്യമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഞാനൊരു പ്രതിജ്ഞ എടുത്തു. ഇന്ന് പലരായ വൈദികരും സ്നേഹിതരും അടങ്ങിയ സദസ്സിൽ ഞാൻ പറയട്ടെ, 1986 ഡിസംബർ 24-ാം തീയതി പ്രഭാതത്തിലെടുത്ത പ്രതിജ്ഞ ഇന്നും അതുപോലെ തന്നെ ഇന്നും അതിൽ നിന്ന് കർത്തൃകൃപയാൽ ഒരിക്കലും വീഴ്ചയുണ്ടായിട്ടില്ല. എൻ്റെ മിടുക്കല്ല. ഒരു ചെറിയ മിഠായി കണ്ടാലും കുറേ ദൂരം യാത്ര ചെയ്ത് തിരിച്ചു വന്ന് ആ മിഠായി മേടിച്ച് തിന്നുന്ന അതുപോലെ ഒരു പ്രലോഭനത്തെ അതിജീവിക്കാൻ കഴിവില്ലാത്ത ഞാൻ ഇത്രയും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് മറ്റു അനേകങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ദൈവകൃപ കൊണ്ടും മാത്രമാണ്. എൻ്റെ മിടുക്കൊണ്ടല്ല. അന്ന് മുതൽ 1986 മുതൽ എന്നാലാവുന്ന രീതിയിൽ മദ്യവർജന വീഴ്ചകളുണ്ടായില്ല. മദ്യത്തിലല്ല, ഒരിക്കലും ഇന്ന് വരെ അങ്ങനെ ഒരു വീഴ്ച ഇട്ടിട്ടില്ല. അന്ന് ഞാനെടുത്ത പ്രതിജ്ഞ, ആകാശം സ്വന്തം ദുഃഖം മഞ്ഞുതുള്ളികളായും ഞാൻ എൻ്റെ ദുഃഖം കണ്ണീരായും പെയ്ത ദിവസം എന്ന് പറഞ്ഞൊരു പൊട്ട കവിത എഴുതി. ഇന്നും എനിക്ക് പറയാനുള്ളത്, എവിടെ എൻ്റെ കണ്ണീർത്തുള്ളികൾ മുത്തുമണികളാണ്. ആ ഹൃദയത്തിൽ നിന്നും പറയുന്ന വാക്കുകളാണ്. ഞാൻ സംസാരിക്കാനൊട്ടും വളരെ ശാന്തമായി തിരിക്കാനാണ് അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ബദനി ഒരു പൂർവ്വകാല സ്മരണകൾ അയവിറക്കാനും എപ്പോഴും അലിഞ്ഞു തീരാത്ത ഒരു നാരങ്ങാമട്ടായി പോലെ ആ ഭദ്രസ്മരണകൾ മനസ്സിലുണ്ട്. വരാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടിസ്ഥാന ഒരു ത്രെഡിൽ ഉറപ്പിച്ചു നിർത്താൻ പാടില്ലാതിരിച്ച് ചെതറിപ്പോയെങ്കിലും എന്നോട് ക്ഷമിക്കുക. എനിക്ക് ഒറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ സഭയുടെ വൈദിക ശ്രേഷ്ഠർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ദൗത്യം മദ്യക്കുപ്പികളിൽ ഉടഞ്ഞു തകരുന്ന ഭവനങ്ങളിൽ വിളക്കുകൾ കൊളുത്തുവാൻ നമുക്ക് കൂട്ടായിട്ട് ശ്രമിക്കാം. എൻ്റെ എളിയ പങ്ക് ആരെങ്കിലും ഇതുപോലെ ഇനിയിപ്പോൾ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല, എങ്കിലും എനിക്ക് കഴിയാവുന്നിടത്തോളം ഇവിടെ ഓടി വന്ന് എൻ്റെ കൊച്ചു മൺവിളക്ക് കൊടുത്താൽ ഞാൻ സന്നദ്ധനാണ്. ഇവിടെ ഈ നല്ല ദിവസത്തിൽ അച്ഛനോടും ജോർജ് കുട്ടിയോടും എൻ്റെ അനിയൻ റോയിയോടും
ടോമിനോടും ജോയ്സിനോടും എല്ലാം കൂടിയുള്ള ഇങ്ങോട്ടുള്ള യാത്രയും ഇവിടെ എല്ലാവരുടെയും സ്നേഹമയമായ മുഖങ്ങൾ കാണാൻ കഴിഞ്ഞതിലും ഉള്ള സന്തോഷത്തോടുകൂടി എൻ്റെ എളിയ വാക്കുകളുടെ അഞ്ചു